Hi, good afternoon. Good Good afternoon. afternoon, Good madam. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. പേരാരാ? വേഗം പറയൂ ആരാ പേര്? ഞാൻ ചൊല്ലാം മാം. ഓക്കെ സാന്ദ്ര. വെരി ഗുഡ്. ചൊല്ലട്ടെ. ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. Light of the world, you step down into darkness. Open my eyes, let me see. Beauty that makes this heart adore you. Hope of a life spent with you. Here I am to worship, here I am to bow down, here I am to say that you my God. You are altogether lovely, altogether worthy, altogether wonderful to me. Thank you. ഓക്കെ സാന്ദ്ര. Then ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസൈഡ് ദി സ്കൂൾ. ഓക്കെ മാം പ്രസന്റേഷൻ വന്നിട്ടില്ല. എന്തോ? പ്രസന്റേഷൻ വന്നിട്ടില്ല. ഓക്കെ കേട്ടോ. സോ എന്താണ് ഇൻസൈഡ് ദി സ്കൂൾ? ആ ഒരു ചാപ്റ്റർ ആണ് ഹെൽത്ത് ആൻഡ് ഹൈജീനിലെ 4th പേജ്. പേജ് നമ്പർ 4 ഇൻസൈഡ് ദി സ്കൂൾ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. മ്യൂട്ട് ചെയ്തോളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ എയിംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എന്തായിരുന്നു വാല്യൂസ്, എയിംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒന്ന് ആ പോയിന്റ് ഒന്ന് പറയാവോ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? To provide information about health and hygiene. ഓക്കെ. എന്താണ് അതിൽ പറയുന്നത്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ, പേജ് നമ്പർ 4. റിജു, ഇൻസൈഡ് ദി സ്കൂൾ. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അതിലെന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? വേഗം പറയൂ. എന്തൊക്കെ പോയിന്റ് ഡിസ്കസ് ചെയ്തത്? ഹെൽത്തിനെ Good കുറിച്ചായിരുന്നു. habits. ഓക്കെ. വൃന്ദ കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. വൃന്ദ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യും. പറയൂ. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതായത് നമുക്ക് ഡിസീസ്, രോഗങ്ങൾ വരുന്നതിനെ കുറിച്ചും പിന്നെ അത് തടയാനുള്ള മെഷേഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ കുറിച്ച് എന്താണ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു? ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഹെൽത്ത്. അതായത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സ് കഴിക്കാം. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ഫുഡ്സ് കഴിക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യുക. അങ്ങനെ അത്തരം കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് തേർഡ് വൺ, ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. അതായത് രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതുപോലെ നമ്മളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം, അറ്റ്മോസ്ഫിയർ ഒക്കെ ക്ലീൻ ആക്കി വെക്കാം. ആൻഡ് ഫോർത്ത് വൺ, ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്. ക്യൂറേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? ക്യൂറേറ്റീവ് മെഷേഴ്സ് അതായത് നമ്മളുടെ ബോഡിയിലുള്ള ഐസ്, ടീത്ത്, അങ്ങനെ എല്ലാ ഓർഗൻസിനെയും കുറിച്ചൊരു സ്റ്റഡി നടത്താം. അതായത് പല്ലുകൾ സഫർ ഫ്രം ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ സഫർ ഫ്രം. ചെക്കപ്പിനല്ലേ കുട്ടികളെ നേരത്തെ തന്നെ മെഡിക്കൽ ചെക്കപ്പിന് സ്കൂളുകൾ അത്തരം ഒരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ ഏർലി സ്റ്റേജിൽ തന്നെ അല്ലെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണെങ്കിലും അതേപോലെ പല്ലിലുണ്ടാകാവുന്ന അസുഖങ്ങളെ എന്താണ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്, കണ്ടെത്താനായിട്ടും അത് പരിഹരിക്കാനായിട്ടും കഴിയുന്നതാണ്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. അതായത് നമുക്ക് സ്കൂളുകളിൽ ചെറിയ രീതിയിൽ യോഗ, അതുപോലെ എക്സസൈസ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് മെന്റലും ആൻഡ് ഇമോഷണലി ഹെൽത്തി ആവാനായിട്ട് സാധിക്കും. അതുപോലെ ഗെയിംസ്, അങ്ങനെ
to develop a sense of civic responsibility among pupils. Civic responsibility എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി സമൂഹത്തിലോട്ട് ഉള്ള റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മളുടെ ദേശീയ പതാക അങ്ങനെ അതിനൊക്കെ ബഹുമാനിക്കുക, അങ്ങനെ സോഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എയിംസിൽ ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചത്. ഇനി ഇൻസൈഡ് ദ സ്കൂൾ. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ കുട്ടികള് ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടി യൂണിറ്റോ, ഓക്കെ, യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ, യൂണിറ്റ് 2. കിട്ടിയോ? ഓക്കെ, അപ്പൊ കുട്ടികള് ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ ആക്ടിവിറ്റീസ് ഏത് രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്? സ്കൂളിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിനകത്ത് കുട്ടികളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ക്രമീകരിക്കേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്? എന്തൊക്കെയായിരിക്കാം? ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ അവരുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്താണ് ഡെവലപ്പ് ചെയ്യണം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം? എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളെ ട്രീറ്റ് ചെയ്യാം? ക്ലാസ് റൂം, സ്കൂളും പരിസരവും ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം. എന്താ പറയാ, കളിപ്പാട്ടങ്ങളും അങ്ങനെയൊക്കെ. ഫ്രഷ് എയർ കിട്ടുന്ന. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ദ സ്കൂൾ ഷുഡ് ബി ഗിവൺ സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് എ ഹെൽത്തി അറ്റ്മോസ്ഫിയർ. എവിടെയായിരിക്കണം സ്കൂൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം? ഹെൽത്തി അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്? ഒരു സ്കൂൾ ബിൽഡ് ചെയ്യുമ്പോൾ, പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉറപ്പുള്ളതായിരിക്കണം. ഫ്രഷ് എയർ, സൺലൈറ്റ്, ഫ്രഷ് എയറും ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം സ്കൂള് ബിൽഡ് ചെയ്യേണ്ടത്. ഫാക്ടറിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് സ്കൂൾ പൊല്യൂഷൻ കുറവുള്ള ഏരിയസ് ആയിരിക്കണം. ശുദ്ധവായുവും വെള്ളവും ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം. മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ആവശ്യത്തിന് വെളിച്ചവും അതേപോലെ എന്തായിരുന്നു ഫ്രഷ് എയർ ലഭിക്കുന്ന ഒരു ഏരിയയിലായിരിക്കണം സ്കൂള് ബിൽഡ് ചെയ്യേണ്ടത്. പിന്നെന്തൊക്കെയായിരിക്കാം? കാമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം, വേണ്ടേ? റോഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് സ്കൂള് പണിതാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? വോയിസ് പൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല, എയർ പൊല്യൂഷൻ അങ്ങനെയുള്ളടത്ത് വേണം സ്കൂൾ പണിയാൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. പഠിക്കുന്ന ടൈമിൽ അവരുടെ കോൺസെൻട്രേഷൻ ഡിസ്ട്രാക്ട് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്, അല്ലേ? സൗണ്ടുകൾ കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിയാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം സ്കൂള് പണിയേണ്ടത്. വേറെന്തെങ്കിലും ഉണ്ടോ? എന്താണ്? ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. ദെൻ സ്കൂളുകളിൽ ക്ലാസ് റൂം ആയിരിക്കണം. എന്തോ ക്ലിയർ ആയില്ല. ക്ലാസ് റൂമുകളെല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചതായിരിക്കണം. ആവശ്യത്തിന് വലിപ്പമുള്ള ക്ലാസ് റൂമുകളായിരിക്കണം, വേണ്ടേ? കുട്ടികളുടെ എണ്ണത്തിന് ആവശ്യത്തിന് സൈസ് ഉള്ള ക്ലാസ് റൂം. അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ ഒരു സ്കൂള് പണിയുമ്പോൾ, ബിൽഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം ഒരു സ്കൂള് ബിൽഡ് ചെയ്യേണ്ടത്. സഫിഷ്യന്റ് ലൈറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? അല്ല, സ്കൂളിലെ ഫെസിലിറ്റീസ് അല്ല, സ്കൂൾ എവിടെയായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സ്കൂൾ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഏത് സ്ഥലമായിരിക്കണം അതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള സ്ഥലമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, നല്ല വായു സഞ്ചാരമുള്ള, അല്ലെ, നല്ല ഫ്രഷ് എയർ ലഭിക്കുന്ന, സൺലൈറ്റ് ലഭിക്കുന്ന, പിന്നെന്താണ് ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ഉള്ള ഒരു പ്ലേസിലായിരിക്കണം, അല്ലെ? വോയിസ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം, ഒരു ഏരിയ ആയിരിക്കണം സ്കൂൾ നിർമ്മിക്കാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? ആൻഡ് സെക്കൻഡ് വൺ എന്താ പറയുന്നത്? റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് ഹെൽപ്പ് of local authorities may also be utilized to form health programs in school.
എന്ത് ചെയ്യണം? ഹെൽത്തുമായി ബന്ധപ്പെട്ട് റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് ക്ലാസ്സുകളിൽ സ്കൂളുകളിൽ നടത്തേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഡാറ്റാസ്, കുട്ടികളുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി സ്കൂളുകളിൽ ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുന്നതിന് വേണ്ടി ലോക്കൽ അതോറിറ്റീസിന്റെ ഹെൽപ്പും തേടാവുന്നതാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ, സ്കൂളുകളിൽ റെഗുലർ ആയിട്ട് എന്താണ് ഇൻസ്പെക്ഷൻസ്, ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് നടത്തേണ്ടതാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? സ്കൂളുകളിൽ എന്താ പറയുന്നത്? റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻസ് നടത്തണം, മെഡിക്കൽ ചെക്കപ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാം? കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയാൻ പറ്റും. എന്താണ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും പരിഹരിക്കാനായിട്ടും കഴിയുന്നതാണ്. പകർച്ചവ്യാധികൾ തടയാൻ സാധിക്കും. ഇത്തരം ക്ലാസ്സസ് അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്സുകൾ എന്താണ് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തിയിരിക്കണം. പിന്നെന്തായിരിക്കും? പകർച്ചവ്യാധികൾ തടയാൻ പറ്റും. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? മയോപ്പിയ, പയോറിയ അതൊക്കെ കുട്ടികള് എന്താ പറയാ ശ്രദ്ധിച്ച് മാത്രം അറിയണ അസുഖങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇങ്ങനെ ഇൻസ്പെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ പെട്ടെന്ന് തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. അതുമൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനായിട്ട് കഴിയും, ഇല്ലേ? അതെ, പയോറിയ പല്ലിനൊക്കെ വരുന്നതാണ്. പിന്നെ മയോപ്പിയ കണ്ണിനെ ബാധിക്കണം. അപ്പൊ കാഴ്ച കുറവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ആദ്യം തന്നെ അറിയുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ പഠന നിലവാരം അതിലൂടെ ഉയർത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി കുട്ടികളുടെ എന്താണ് ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പ്രോപ്പർ ആയിട്ട് ഹൈറ്റ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലെ? കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരുടെ ഡെവലപ്മെന്റ് ഓരോ മാസത്തെയും എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ വെയിറ്റ് കുറഞ്ഞ കുട്ടികളെയാണെങ്കിൽ പ്രത്യേകം കെയർ കൊടുക്കാനായിട്ട് സ്കൂൾ അതോറിറ്റീസിന് കഴിയുന്നതായിരിക്കും. അതേപോലെ തന്നെ പാരന്റ്സിനെ ഇൻഫോം ചെയ്യാനും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ, അത് തേർഡ് വൺ എന്തോ? ഓക്കെ, തേർഡ് വൺ എന്താ പറയുന്നത്? പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദി എസെൻഷ്യൽ. എന്തൊക്കെയായിരിക്കാം? എന്തെങ്കിലും ആക്സിഡൻസ് പറ്റിയാൽ അറ്റ് സ്പോട്ടിൽ അവർക്ക് ബേസിക് ആയ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് എന്താണ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും മുറിവ് പറ്റിയാല് അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാല് അതിനെന്താണ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ എന്താണ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ചിലപ്പോൾ ബാൻഡേജ് ആയിരിക്കാം, ചിലപ്പോൾ ചില മെഡിസിൻസ് ആയിരിക്കാം. ഇതെല്ലാം സ്കൂളുകളിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കണം. And the final point എന്താണ്? It should be taken care of that students are getting clean and healthy food and drinks which are more natural. ഇനി എങ്ങനെയുള്ള ഫുഡാണ് കുട്ടികൾക്ക് നൽകേണ്ടത്? നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ഫുഡുകൾ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? അസുഖങ്ങൾ എന്തോ ക്ലിയർ ആവുന്നില്ലടാ. ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതൊക്കെ തടയാൻ നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ്. ഹെൽത്തി കുട്ടികളായിട്ടല്ലേ, ഹെൽത്തി ചിൽഡ്രൻ ആയിട്ട് മാറാനായിട്ട് കഴിയുന്നതാണ്. ചെറിയ പ്രായത്തിലെ തന്നെ അവരെന്താണ് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് തുടങ്ങിയ കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പഠിക്കുന്നതാണ്, അല്ലേ? നമുക്കറിയാം, നമ്മൾ ചെറിയ പ്രായത്തിൽ എന്താണോ പഠിക്കുന്നത്, ഏത് ശീലങ്ങളാണോ ഫോളോ ചെയ്യുന്നത്, അതായിരിക്കും മുതിർന്നു കഴിയുമ്പോഴും നമ്മളിൽ അവശേഷിക്കുന്നത്, അല്ലേ? ആ ശീലങ്ങൾ തന്നെയായിരിക്കും നമ്മൾ മുതിർന്നു കഴിയുമ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ ഫുഡ് ഐറ്റംസ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് മുതിർന്നു കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരം ഭക്ഷണശീലങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്താണ്? മാം, ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇലക്കറികൾ, പച്ചക്കറികൾ അല്ലാതെ കൊണ്ടുവരാൻ അയക്കൂല. അതുകൊണ്ട് തന്നെ കുട്ടികൾ അത് ശീലിക്കാനും അത് കഴിക്കാനും ശ്രമിക്കും. ഇഷ്ടമല്ലെങ്കിൽ എന്താണ് കഴിക്കുമോ? നിർബന്ധമായി പേടിച്ചിട്ടാണെങ്കിൽ അവർ കഴിക്കുമോ? അതല്ലേ? ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയാണ്? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. കൊടുത്തയക്കുമ്പോൾ ചില സ്കൂളുകളിൽ പറയാറുണ്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ രാവിലത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അത്തരത്തിലുള്ള സ്നാക്സ് ഐറ്റംസ് ആയിരിക്കണം കൊടുത്തു വിടേണ്ടതെന്ന് പറയാറുണ്ട്, അല്ലേ? മിക്ക സ്കൂളുകളിൽ അങ്ങനെയാണ് ഇപ്പോ. അതെ അതെ. ദെൻ പിന്നെന്തൊക്കെയാണ്? എന്തോ
ഫുഡിന് വരെ ടൈം ടേബിൾ ഉണ്ട്, അത് പ്രകാരം കൊണ്ടുവരാൻ പറഞ്ഞ സ്കൂളുകളുണ്ട്. ആണോ? ടൈം ടേബിൾ ഉണ്ടോ? ഗുരുകുലത്തിലൊക്കെ ഉണ്ട്. ആണോ? ഓക്കെ ഓക്കെ. ഒരു ഡേ ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ ദിവസം അല്ലേ? ഓരോ ഫുഡ് അത് പ്രകാരം ടൈം ടേബിൾ പ്രകാരം കൊണ്ടുവരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫൈനാണ്. ആണോ? ഓക്കെ ഓക്കെ. ദെൻ അപ്പൊ നല്ല ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് കഴിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് മാറും? അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? അത്തരം കുട്ടികളുടെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ അക്കാഡമിക് പെർഫോമൻസും എങ്ങനെയായിരിക്കും? നല്ല മികച്ച ഹൈ ആയിരിക്കും മാം. നല്ല രീതിയിലുള്ളതായിരിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇൻസൈഡ് സ്കൂളിൽ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ എന്താണ്? തിരഞ്ഞെടുക്കുമ്പോൾ ചില ക്രൈറ്റീരിയാസ് മസ്റ്റ് ആയിട്ടും എന്താണ് ഫോളോ ചെയ്തിരിക്കണം. ഏതൊക്കെയാണത്? ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയായിരുന്നു? ഫ്രഷ് എയർ വെളിച്ചം കിട്ടുന്ന പ്ലേസ് ആയിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ തിരഞ്ഞെടുക്കണം. ക്ലിയർ ആകുന്നില്ല. ആരെങ്കിലും ഒരാൾ നല്ല ഫ്രഷ് വെളിച്ചവും കിട്ടുന്ന ഒരു പ്ലേസ് ആയിരിക്കണം നമ്മൾ സ്കൂൾ നിർമ്മിക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അവിടെ കാമാൻ കൊയ്റ്റുള്ള പ്ലേസ് ആയിരിക്കണം. റോഡ് അരികെ നിന്നും സ്കൂൾ കെട്ടിയ കുട്ടികളെ കോൺസെൻട്രേഷൻ പോകും. അതുപോലെ തന്നെ ആ സ്കൂളിന്റെ പരിസരം എല്ലാം ക്ലീൻ ആയിരിക്കണം. എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിരിക്കണം സ്കൂള് ബിൽഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇനി എന്താണ്? റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ വേണം എന്ന് പറഞ്ഞ സ്കൂളിൽ അല്ലെ? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? മുൻകൂട്ടി അസുഖങ്ങൾ കുട്ടികൾക്കുള്ള അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റും. ഏർലി സ്റ്റേജ് സോൾവ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ് അല്ലെ? അപ്പൊ അതിലൂടെ അവരുടെ പഠന നിലവാരം ഉയർത്താനായിട്ടും കഴിയുന്നതാണ്. ഇതേപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസുകൾ സ്കൂളിൽ സംഘടിപ്പിക്കേണ്ടതാണ്. ഹെൽത്ത് പ്രോഗ്രാംസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിൽ വൺസ് ഇൻ എ മന്ത് എങ്കിലും എന്താണ് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു തേർഡ് വൺ? ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും മികച്ച നല്ല രീതിയിലുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക. നാച്ചുറൽ ഫുഡ് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവര് കുട്ടികള്, ചെറിയ കുട്ടികള് നമ്മൾ വീടുകളിൽ വന്നു കഴിയുമ്പോൾ പറഞ്ഞാൽ അമ്മയച്ഛനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിച്ചേക്കില്ല അല്ലെ? പക്ഷെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ അവരെന്താണ് മസ്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്തിരിക്കും അല്ലെ? അപ്പൊ ഹെൽത്തി എന്താണ് ഫുഡ് ഐറ്റംസ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇനി ഔട്ട്സൈഡ് ദ സ്കൂളിന് പുറത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എന്തായിരിക്കും അതിൽ പറയുന്നത്? വിനു, സൗണ്ട് പോയി മിസ്സിന്റെ. അബ്ബാസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ. ഔട്ട്സൈഡ് ദ സ്കൂളിന് പുറത്ത് ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതിലെന്തായിരിക്കാം പറയുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒരു വ്യക്തിയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയായിരിക്കാം? ജീവിത സാഹചര്യങ്ങള് മെച്ചപ്പെടുത്തുന്ന ഹെൽത്തിലും ആരോഗ്യപരമായും സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാട് മെച്ചപ്പെടുത്തുക. അവിടെയുള്ള സ്കൂളിന് പുറത്തുള്ള ചുറ്റുപാട്, അതായത് എന്താണ് ഇപ്പൊ വീടുകൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഔട്ട്സൈഡ് ദ സ്കൂളിന് പുറത്ത് ഒരു കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട് എങ്ങനെയായിരിക്കണം? എല്ലാ ഹെൽത്ത് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസും ചേരുമ്പോഴാണ് ഒരു സൊസൈറ്റി ആവുന്നത് അല്ലേ? ഓരോ ഇൻഡിവിജ്വൽസും ചേരുമ്പോഴാണ് സൊസൈറ്റി ആയിട്ട് മാറുന്നത് അത്. അപ്പൊ അതിലെ ഒരു സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വൽസും ഇത്തരത്തിലുള്ള ഹെൽത്ത് ആൻഡ് ഹൈജീൻസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ സൊസൈറ്റി എങ്ങനെയായി മാറും?
ആ സൊസൈറ്റി എങ്ങനെയാണ്? ഹെൽത്തി ആയിരിക്കും. അപ്പോ ഒരു വീട്ടിലുള്ള ഒരു പാരന്റ് ആണെങ്കിൽ, അച്ഛനും അമ്മയാണെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികൾ എന്താണ് നാച്ചുറലി അത് ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? ഇമിറ്റേറ്റ് ചെയ്യില്ലേ കുട്ടികള്? അത് ചെയ്യും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ കുട്ടികളുടെ എന്താണ് ഹെൽത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്താ പറയുന്നത്? സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഓക്കെ, എന്താണ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ? ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ക്ലീൻ ആയിട്ട് പരിസരം ഒക്കെ ക്ലീൻ ആയിട്ട് കൊണ്ടുനടന്നാല് ഡേർട്ടി ഒന്നും ഇല്ലായാൽ അസുഖങ്ങൾ വരാതെ ഇരിക്കാനും കുട്ടികളെ ഹെൽത്ത് ആയാലും അവരെ എല്ലാ കാര്യങ്ങൾക്കും നല്ലത്. അസുഖങ്ങൾ വരാതെ ഇരിക്കാനൊക്കെ നമ്മൾ ക്ലീൻ നമ്മളെ വീട് പരിസരമൊക്കെ ക്ലീൻ ആവണം. അപ്പൊ അതാണ് നമ്മൾക്കും കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. വെരി ഗുഡ്. അപ്പൊ ഹൈജീൻ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഹൈജീൻ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഡെയിലി അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്. അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് ആണ് അല്ലേ? നമ്മൾ പറയും ഡെയിലി എന്താണ് ബാത്ത് ചെയ്യുക, കുളിക്കുക, അതേപോലെ തന്നെ പിന്നെന്താണ് 2 times ബ്രഷ് ചെയ്യുക അല്ലേ? ശീലങ്ങളെയാണ് ഹൈജീൻ എന്ന് പറയുന്നത്. വേറെ സാനിറ്റേഷൻ എന്താണ്? സാനിറ്റേഷൻ എന്തായിരിക്കാം? അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സും നീറ്റ് ആക്കി സൂക്ഷിക്കുന്ന ആക്ടിവിറ്റീസുകളെയാണ് സാനിറ്റേഷൻ എന്നതുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? വീടും പരിസരവും എന്താണ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലായോ? സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നമ്മൾ ഡെയിലി എപ്പോഴും കണ്ടിന്യൂ. ബാക്കി ഓക്കെ, സന. ആരെ കണ്ടിന്യൂ ചെയ്യണ്ടേ? സന. നമ്മളെ പരിസരമൊക്കെ ക്ലീൻ ആണോന്ന് എപ്പോഴും ഡെയിലി ചെക്ക് ചെയ്യണം. തൊട്ടിക്കണ വെള്ളം കെട്ടിക്കണം ഏരിയാസ് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മളെന്നും മുറ്റമൊക്കെ ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടെടുക്കുക. അതേമാതിരി ഇപ്പൊ ഡെയിലി ചെയ്യണ എല്ലാ ശീലങ്ങളും കുട്ടികളിലും നമ്മളിലൊക്കെ ശീലിപ്പിക്കുക. ബാത്തിങ് ആയാലും 2 times ബ്രഷ് ചെയ്യലായാലും നമ്മളെ ബെഡ്റൂം ക്ലീനിങ് ആയാലും പൊടി കളയലൊക്കെ ആയാലും ഒക്കെ ക്ലീൻ ആക്കി കൊണ്ടു നടക്കുക. അതേപോലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും വേണ്ടേ? അപ്പൊ ആ കാര്യങ്ങളാണ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീനിൽ പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ഫുഡ് ആൻഡ് ക്ലോത്ത്. ഓക്കെ, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫുഡും ക്ലോത്ത്സും എങ്ങനെയുള്ളതായിരിക്കണം? ജങ്ക് ഫുഡ് എല്ലാം ഒഴിവാക്കി വെജിറ്റബിൾസ് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫുഡ് ഐറ്റംസ്, ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെന്തായിരിക്കും? വസ്ത്രം ധരിക്കണം. എന്തോ ക്ലിയർ ആയില്ല. ഒരാള് പറയൂ. ഹൈജീനില് ഡ്രസ് ഹൈജീൻ ആക്കി എപ്പോഴും ധരിക്കാൻ ശ്രമിക്കാം. ഡ്രസ് ആയിരിക്കണം, ഡ്രൈ ചെയ്ത ഡ്രസ് ആയിരിക്കണം കുട്ടികൾ വെയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അധികം ടൈറ്റോ അധികം ലൂസോ ആയിട്ടുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യാനായിട്ട് പാടില്ല അല്ലെ? അവരുടെ ഹെൽത്ത് ബാധിക്കുന്നുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം. ഓക്കെ, എന്താ ഹെൽത്ത് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു? ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ഡെവലപ്മെന്റ് ആവുന്നതിന് ഹെൽപ്പ്. ശാരീരികവും മാനസികവുമായ ക്ഷേമം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരാൾ ഹെൽത്തി ആണെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ്, നമുക്ക് കംഫർട്ട് അല്ലാത്ത ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്താൽ എന്താ പ്രോബ്ലം? നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കില്ല. നമ്മൾ എപ്പോഴും എന്തായിരിക്കും, ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്താണ് പറ്റില്ല.
ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അധികം എന്താണ് ടൈറ്റ് ആയിട്ടുള്ളതല്ല, അതേപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള, അവർക്ക് എന്താണ് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദെൻ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതേപോലെ പ്രിപ്പയർ ചെയ്യുമ്പോഴും എന്താണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടായിരിക്കണം. ക്ലോസ് ചെയ്തായിരിക്കണം ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഹാൻഡ് വാഷ് ചെയ്തിരിക്കുക. മസ്റ്റ് ആയിട്ടും ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താണ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഫുഡ് ആൻഡ് ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഒരു വീടിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എപ്പോഴും എന്താണ് വൃത്തിയായിട്ട് ടൈഡി ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അല്ലെ? നീറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ആവശ്യത്തിന് എന്താണ് എയർ പാസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ദെൻ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്നുണ്ട്, റൂമുകളിലേക്ക് ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വെള്ളം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, വീടും പരിസരവും, വീടിന്റെ അകത്താണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും പുറംവശമാണെങ്കിലും പ്രോപ്പർ ആയിട്ട് എന്താണ് നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? വീട്ടിലെ ജനലും വാതിലും എപ്പോഴും അടച്ചിടരുത്, ഇറക്കി തുറന്നിരിക്കണം. ഓക്കെ, എയർ പാസ് എന്താണ്? എയർ പാസിന് വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ വീട്ടിലുള്ളവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ അവരുടെ മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണോ? ഔട്ട്സൈഡ് ക്ലിയർ ആണോ? ഔട്ട്സൈഡ് ദ സ്കൂൾ സാനിറ്റേഷന്റെ മീനിങ് ഒന്നും കൂടി പറഞ്ഞുതരുമോ? പറയാട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഔട്ട്സൈഡ് ദ സ്കൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെ പോയിന്റ് ഡിസ്കസ് ചെയ്തത് ഔട്ട്സൈഡ് ദ സ്കൂൾ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ജീവിത രീതി മികച്ചതായിട്ട് കുട്ടികൾ. സാന്ദ്ര കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. പറയൂ സാന്ദ്ര. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച്. നല്ലൊരു സൊസൈറ്റി ആണെങ്കിൽ, നല്ലൊരു ഓരോ ഇൻഡിവിജ്വലും ഇത്തരത്തിലുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സൊസൈറ്റി എങ്ങനെയാണ് ഹെൽത്തി സൊസൈറ്റി ആയിട്ട് മാറുന്നതാണ് അല്ലെ? സോ കുട്ടികളും എന്താണ് അതേപോലെ എല്ലാ ഹെൽത്തി ഹാബിറ്റ്സും ഫോളോ ചെയ്യുന്നവരായിരിക്കും. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്തായിരുന്നു? ഹൈജീൻ ഹൈജീൻ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ഹൈജീന്. അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിനും ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും ഡെയിലി ലൈഫിൽ എടുക്കുന്ന പ്രാക്ടീസ്. ഓക്കെ, സാനിറ്റേഷൻ എന്താണ് അപ്പോ? സാനിറ്റേഷന് അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നത്. ഓക്കെ, ചുറ്റുപാടും എന്താണ്? പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനി ഫുഡ് ആൻഡ് ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫുഡ് ആൻഡ് ക്ലോത്ത് അതിന് ലാസ്റ്റ് ഇതിന്റെ അർത്ഥം എന്താ ടീച്ചർ? ഇന്റീരിയർ കുട്ടികൾക്ക് നൽകുന്ന ചിൽഡ്രൻ കാനോട്ട് എസ്കേപ്പ് ഫാളിംഗ് പ്രേ ദി ഡിസീസ് എന്നില്ല, അതിന്റെ മീനിങ് എന്താ ടീച്ചർ? സാന്ദ്ര മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ചോദിക്കാം, ആരെ ഡൗട്ട് ചോദിച്ചത്? ചിൽഡ്രൻ കാനോട്ട് എസ്കേപ്പ് ഫാളിംഗ് പ്രേ ദി ഡിസീസ് എന്നില്ലേ, അതിന്റെ മീനിങ് എന്താ? ഹൈജീനിലാണ് പറയുന്നത്. അതായത് പരിസരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. സ്കൂളിന്റെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം? കുട്ടികൾക്ക് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല അല്ലെ? കുട്ടികൾ എന്താണ് അസുഖം പിടികൂടും. ക്ലിയർ ആണോ? അസുഖത്തിന് കുട്ടികൾ ഇരയാകുന്നതാണ്. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ പോയിന്റില് പറയുന്നത് ഇപ്പൊ നമ്മളുടെ സിറ്റി ഡേർട്ടി ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്കൂളും ക്ലീൻ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്ക്
അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. സ്പാളിങ് പ്രേ ടു ഡിസീസ് പറഞ്ഞാൽ അതിങ്ങനെ പടർന്നു പിടിച്ചോണ്ടിരിക്കാം, അങ്ങനെയല്ലേ? അതന്നെയല്ലേ ഞാനും പറഞ്ഞത് ഇപ്പോ. അതെ അതെ. അല്ല, ഞാൻ ആ ലാസ്റ്റ് പോയിന്റ് ചോദിച്ചു. അപ്പൊ ഇഫ് ദ സിറ്റി ഈസ് ഡേർട്ടി അവിടെ മുതലൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ സ്കൂളിന്റെ പുറത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ. അപ്പൊ നമ്മളെ സ്കൂളിന്റെ ഉള്ളിൽ മാത്രം പോരാ, നമ്മളെ ഗ്രാമം, നമ്മളെ വില്ലേജ്, അതായത് ഇപ്പൊ ഒരു ഫാക്ടറിയിൽ അഴുക്കൊക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അസുഖം വരുമല്ലോ, അതാ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കൂൾ പരിസരം മാത്രമല്ല, നമ്മൾ പറഞ്ഞു വീടിന്റെ പരിസരവും സിറ്റിയും എന്താണ്, ശുചിയായിരിക്കണം, ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് ഫുഡ് ആൻഡ് ക്ലോത്തിൽ എന്താ പഠിച്ചത്? ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്തി ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കണം. ലൂസ് ഒക്കെ ഡ്രസ്സുകളായിരിക്കണം കുട്ടികൾക്ക്. സൈസ് ഓക്കെ ആയിരിക്കണം. കൂടുതൽ ലൂസോ ടൈറ്റോ ആവരുത്. അജിത കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. വീടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യൻസ് ആയ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കണം. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് നല്ല കഴുകി വൃത്തിയാക്കി നമ്മുടെ കൈകളും വാഷ് ചെയ്ത് നല്ല വൃത്തിയായ രീതിയിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അത് അവരുടെ ദഹനത്തിനും സഹായിക്കണം. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും കുട്ടികളെ ധരിപ്പിക്കരുത്. അവർക്ക് അത് കംഫർട്ടബിൾ ആയത് മാത്രമേ, അഴിഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ ധരിപ്പിക്കാവൂ. അത് അവരുടെ മാനസികമായ ഇതിനും നല്ലതാണ്. ഹൗസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹൗസ്, നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കണം. പരിസരം വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ രോഗങ്ങളെ തടയാനായിട്ട് സാധിക്കൂ. പിന്നെ എയർ പാസ് ഉള്ള നമ്മുടെ റൂമൊക്കെ നല്ല എയർ പാസ് ആയിരിക്കണം. വെളിച്ചവും വെന്റിലേഷനൊക്കെ നല്ല വെളിച്ചവും നല്ല വൃത്തിയും ഉള്ളതായിരിക്കണം. ഇനി ഇന്റീരിയർ എങ്ങനെയാണ് മാം? സ്ക്രീൻ ഒന്ന് റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഇന്റീരിയർ എങ്ങനെയായിരിക്കണം? വീടിന്റെ ഉൾവശം, അകത്ത് യൂസ് ചെയ്യുന്ന ടേബിൾസ് അല്ലെങ്കിൽ മാറ്റ് എല്ലാം എങ്ങനെയായിരിക്കണം? ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം, വേണ്ടേ? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് അസുഖങ്ങൾ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. പൊടി ഇൻഹേൽ ചെയ്താൽ ആസ്മ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഇനി റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്തുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ പ്രാധാന്യം, സ്കൂളിന്റെ റോൾ എന്താണ്? എന്തായിരിക്കാം സ്കൂളിന്റെ റോള്? എന്തൊക്കെ കാര്യങ്ങൾ പറയാം? നമുക്ക് പറയാം, സ്കൂളുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടികൾ എന്താണ് ചെറിയ പ്രായത്തിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും മുതിർന്നു കഴിയുമ്പോഴും അവരിൽ നിലനിൽക്കുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഹെൽത്തി ഹാബിറ്റ്സുകൾ, ഹൈജീനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇന്റീരിയർ പറഞ്ഞടാ. ഓക്കെ, അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സുകൾ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനാർക്കാ കഴിയുന്നത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്കൂളിലെ അതോറിറ്റീസ്, ടീച്ചേഴ്സിനാണെങ്കിലും സ്കൂളിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ് അതിന് കൂടുതലായിട്ടും കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അനുസരിക്കുന്നത് ആര് പറയുമ്പോഴാണ്? ടീച്ചേഴ്സ്. കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സ്കൂളിൽ ഇത്തരം ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് സ്കൂളിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഹെൽത്ത് അല്ലെങ്കിൽ ഹൈജീനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ശീലങ്ങളാണ് കുട്ടികളിൽ പഠിപ്പിക്കേണ്ടത്? ഓക്കെ, ടീച്ചർക്ക് എങ്ങനെയെല്ലാം അക്കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്? നീറ്റായിട്ട് ഡ്രസ് ധരിക്കാനായിട്ട്. ഫസ്റ്റ് വൺ എന്താണ്? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം, അല്ലെ? ഫുഡ് കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിന് ശേഷവും മൗത്തും ഹാൻഡും പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും, അല്ലെ? അതിനൊരു ഇമ്പോർട്ടന്റ് റോള് സ്കൂള് വഹിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഡെയിലി ബ്രഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം, വേണ്ടേ? അത്തരം കാര്യങ്ങൾ എന്താണ് കുട്ടികളെ പിന്നെന്തൊക്കെയാകാം? ടോയ്ലറ്റ് ഹാബിറ്റ് പറഞ്ഞു കൊടുക്കാം. എന്തായിരുന്നു? ഹെൽത്തി ലൈഫ്. ഓക്കെ, ഹെൽത്തി ലൈഫ് സ്റ്റൈല്. ഓക്കെ, ബ്രഷ്, ടോയ്സ്, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കാം. മൂത്തവരിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കാം.
ഓക്കെ ഹാബിറ്റ് ഓഫ് ഹെൽത്ത് ദെൻ പബ്ലിക് പ്ലേസസ് യൂസ് ചെയ്യുമ്പോൾ ക്യൂലൊക്കെ നിൽക്കാനായിട്ട് റഷ് ചെയ്തൊക്കെ പോവാണ്ട് ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിലൊക്കെ ഒരു ക്യൂ മെയിൻറ്റെയിൻ അല്ലേ ഓക്കെ ഗുഡ് ബിഹേവിയർ പഠിപ്പിക്കാം. ഓക്കെ പിന്നെന്തായിരിക്കാം? ദെൻ സോഷ്യൽ ഹാബിറ്റ്സ് ഒരു ഗ്രൂപ്പിനിടയിൽ ഗ്രൂപ്പിനിടയിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്? ഓക്കെ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ഓക്കെ ഹെൽത്തി ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? ഒരു ഗ്രൂപ്പിനിടയിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം മറ്റുള്ളവരോട്? ഒരു ഫുഡ് ഏത് രീതിയിലായിരിക്കണം കഴിക്കേണ്ടത്? വാരി വലിച്ചൊക്കെ കഴിക്കാൻ പാടുണ്ടോ ഫുഡ്? ഓക്കെ അതേപോലെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണ് സ്കൂളുകൾക്ക് കുട്ടികളിൽ ചെറിയ പ്രായത്തിലെ ആ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കേണ്ടതാണ്. ഓക്കെ അപ്പൊ ചെറിയ പ്രായത്തിൽ ഇത്തരം ശീലങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് കൂടുതലും ആർക്കാണ് കഴിയുന്നത്? ടീച്ചേഴ്സ്. ഓക്കെ ഇനി ഏതെല്ലാം മെത്തേഡ്സിലൂടെ ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം? ഏതെല്ലാം രീതിയിൽ പഠിപ്പിക്കാം? ആക്ഷൻ സോങ് കഥ പറഞ്ഞു കൊടുത്തിട്ട് ബ്രഷ് എന്താണ്? ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ടോയ്സ് ഒരു ദിവസത്തിൽ 2 തവണ ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ കുട്ടിക്ക് അതിന്റെ പ്രാധാന്യം അറിയില്ലായിരിക്കാം അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ആദ്യം പഠിപ്പിക്കണം അല്ലെ? ഏതെല്ലാം രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും? വിഷ്വൽസ് ഒക്കെ കണ്ട് പിന്നെ എങ്ങനെയായിരിക്കും? പ്ലേ കാർഡ് വെച്ചിട്ട് ഉപയോഗിക്കാം. ഹെൽപ്പോട് സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ വെരി ഗുഡ്. ആക്ഷൻ സോങ് അതേപോലെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ദെൻ ബുക്സിന്റെ ഹെൽപ്പോട് ബുക്സുകൾ റീഡ് ചെയ്യുന്ന ബുക്കുകൾ വായിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് അവരിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലേ? ദെൻ പോസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്തു. ദെൻ ആ പിക്ചർ കാണിച്ചുകൊണ്ട് പിന്നെ വീഡിയോസ് കാണിച്ചുകൊണ്ട് കാർട്ടൂൺസ് കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ ചാർട്ട് പ്രസന്റ് ചെയ്യാം അല്ലെ? ചാർട്ട് പ്രസന്റേഷനിലൂടെ എന്താണ് കുട്ടികളെ ഇത് പഠിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ എന്താണ് ഇത്തരം റൂൾസ് ആൻഡ് ഹെൽത്തി ലിവിംഗുമായി ബന്ധപ്പെട്ട റൂൾസുകൾ എഴുതി ഒരു ക്ലാസ്സിൽ എന്താണ് വോളിൽ ഹാങ് ചെയ്യാവുന്നതാണ്. ഡെയിലി ഇത് കാണുന്ന കുട്ടികൾ എന്താണ് അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കാവുന്നതാണ്. ഡെയിലി ഇത് കാണുന്ന കുട്ടികളുടെ മൈൻഡിൽ എന്താണ് ഇത് ഓട്ടോമാറ്റിക്കലി എന്താകുന്നുണ്ട്? കുട്ടികൾ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ? പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി അവർ അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പൊ ആ രീതിയിൽ പഠിപ്പിക്കാം. ദെൻ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? മാം വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പം 2 കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മൾ ചെറിയ ബ്രഷ് ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് ചിലപ്പം കണ്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അതെ ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും രീതി ഉണ്ടോ? ഡെയിലി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? ഏതൊക്കെ രീതിയിൽ കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിപ്പിക്കാം? ആ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ. വെരി ഗുഡ്. അപ്പൊ എങ്ങനെയൊക്കെ പഠിപ്പിക്കാം? ബുക്സിന്റെ ഹെൽപ്പോടുകൂടി സ്റ്റോറി ടെല്ലിംഗ് അല്ലേ? ബുക്സിന്റെ ഹെൽപ്പോടുകൂടി സ്റ്റോറി ടെല്ലിംഗ്, ആക്ഷൻ സോങ്, പിന്നെന്തായിരുന്നു? ഫിലിംസ്, ഫീച്ചർ ഫിലിംസ്, കാർട്ടൂൺ ഒക്കെ കാണിച്ചു കൊടുക്കാം. കാർട്ടൂൺ ഇൻ ദ സെൻസ് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഹെൽത്തി ഹൈജീനുമായി ബന്ധപ്പെട്ട എന്താണ് കാർട്ടൂൺസ് ഒക്കെ ഉണ്ടാവില്ലേ? അത്തരത്തിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരിൽ എന്താണ് ഹെൽത്ത് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ ക്ലിയർ ആണോ ഇത്? ഇനി ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാ പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബുക്സ് ഒക്കെ റീഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന് കഴിയണം വേണ്ടേ? ചെറിയ കുട്ടികൾ ഈ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയായിരിക്കാം? മുതിർന്നവരെ പാരന്റ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ആണെങ്കിലും ഇമിറ്റേഷനിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഒബ്സർവേഷൻ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികൾ അതെന്താണ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അനുകരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ മുതിർന്നവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കാം? അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കാം?
നല്ല ഒരു റോൾ മോഡൽ ആകുക. പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കുന്നതിലും അവർക്കത് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. പ്രവൃത്തിയിലൂടെ, വെരി ഗുഡ്. പ്രവൃത്തിയിലൂടെ എന്താണ് കാണിച്ചു കൊടുക്കണം, വേണ്ടേ? കുട്ടികളോട് ഡെയിലി 2 നേരവും കൈ കഴുകാനായിട്ട്, ഫുഡ് കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈ കഴുകാനായിട്ട് ഒരു ടീച്ചർ പറഞ്ഞാൽ ടീച്ചറും അത് ഫോളോ ചെയ്യണ്ടേ? കുട്ടികൾ അത് ചെയ്യുന്നുണ്ടാകും. നമ്മൾ വിചാരിക്കും കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന്, പക്ഷെ അവരെങ്ങനെയാണ്, അവരത് എന്താണ് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇൻ ബിറ്റ്വീൻ ആക്ഷൻ സോങ് ആരാ? ആക്ഷൻ സോങ് വേഗം വേഗം പറയൂ. എന്താ ആരും മിണ്ടാത്തെന്താ? ഇനി ആർക്ക് ആക്ഷൻ സോങ് ചെയ്യാനുണ്ട്? ഞാൻ ചെയ്തതാ. ഓക്കെ സുധ. ചെയ്യാത്തവരാരൊക്കെയാ? മാം ഞാൻ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ സന. മാം ഞാൻ പുറത്താണുള്ളത്, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ മാം ഞാനും ചെയ്തതാണ്. മാം ഞാൻ ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. പുറത്താണ്. ആരഫ് ചെയ്തതാ. ഓക്കെ ഓക്കെ. തൗഹീദ റെഡി ആണോ ഇപ്പോ? മാം ഞാൻ ചെയ്തതാ. പേരെന്താ? നസ്രത്ത്. നസ്രത്ത്. ഓക്കെ ഓക്കെ. മാം ഞാൻ റെഡിയാണ്. പേരെന്താ? വെരി ഗുഡ്. പേരെന്താ? സബ്രീന. സബ്രീന. ഓക്കെ സബ്രീന, നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. മാം, ഹലോ മാം. ഓക്കെ. Is this my dear children? Yes, this is a star. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Thank you. നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. പറയൂ, ആരാ? മിനി. മാം ഞാനൊരു പ്രാവശ്യം ചെയ്താണ്, ഞാനിപ്പോ പുറത്താണ്. ഞാൻ ഇനി പിന്നീട് ഒരിക്കൽ ചെയ്താൽ മതിയോ? മതി മതി. വിനു. വിനു. വിനു എന്താ ചോദിച്ചത്? ക്ലിയർ ആയില്ലായിരുന്നു നേരത്തെ. എന്തായിരുന്നു വിനു? ദെൻ ചെയ്തോളൂ തൗഹീദ, ചെയ്തോളൂ. എക്സസറീസ് ഒന്നുമില്ല കേട്ടോ, അല്ലാണ്ട് ചെയ്യട്ടെ. ഓക്കെ ചെയ്തോളൂ. Red light, what do you say? I say stop, stop, right away. Yellow light, what do you say? I say wait, wait, right away. Red light, what do you say? I say stop, stop, right away. Green light, what do you say? I say go, go, right away. ഓക്കെ തൗഹിദ, നന്നായിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസും കൂടി യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് കുറച്ചുകൂടി പെട്ടെന്ന് കുട്ടികൾക്ക് ആ കളേഴ്സ് അല്ലേ പെട്ടെന്ന് എന്താണ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചാർട്ട് പേപ്പറിൽ ചെറിയ എന്താണ് ഒരു സിഗ്നൽ വരയ്ക്കാം. ഓക്കെ ദെൻ ഹു ഈസ് നെക്സ്റ്റ്? സമിത്. പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരെന്താ? ചെയ്തോളൂ. കാണാൻ പറ്റുന്ന അറിയുന്നത് കാണുന്നുണ്ടോ? എന്താണ് അത്? ക്ലിയർ ആവുന്നില്ലല്ലോ. എന്താ അത്? Tuesday, 7 days. ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ.
Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. 7 days are in a week. I would like to say love you. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. 7 days are in a week. I would like to say love. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. 7 days are in a week. I would like to. I love you. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു സന. ഓക്കെ, നമുക്ക് ഈ ഒരു ആക്ഷൻ സോങ്ങിലൂടെ കുട്ടികൾ എന്തൊക്കെ പഠിപ്പിക്കാം? കുട്ടികളെ നമ്മൾ ഡേയ്സ് പഠിപ്പിക്കാം. ഡേയ്സ് പഠിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലേ? അവരെന്താണ് പാട്ട് ബൈ ഹാർട്ട് ചെയ്തോളും ഓട്ടോമാറ്റിക്കലി അല്ലേ? അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഡേയ്സും അവര് പഠിക്കുന്നതായിരിക്കും. വെരി ഗുഡ് സന, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. ദെൻ പിന്നെ ആരായിരുന്നു? നമ്പർ ഓഫ് ഡേയ്സ് വീക്ക് പഠിപ്പിക്കാം. ഓക്കെ, ഞാൻ റെഡിയാ. ശരണ്യ ഓക്കെ, ചെയ്തോളൂ. Hi kids, today we are learning about some shapes. Square and circle, square and circle, triangle, triangle, rectangle and oval, rectangle and oval, stars and heart, stars and heart. Thank you, ma'am. ഓക്കെ ഓക്കെ, ശരണ്യ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഷേപ്സ് പഠിപ്പിക്കാം കുട്ടികളെ അല്ലേ? ഓക്കെ ഓക്കെ. ഈ ട്യൂൺ ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്, മറന്നുപോയി. ഏതായിരുന്നു? ഞാൻ ചെയ്യാം. പേപ്പർ അല്ലേ? ഓക്കെ ഓക്കെ. വേറെ ആരാ? ഹൂസ് നെക്സ്റ്റ്? ഞാൻ സജിത. സൈഡില് 2 ചെടി ഉണ്ടായിരുന്നു ഇന്നലത്തെ നിരയില്. ആ 2 ചെടി എടുത്തിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇപ്പൊ കയറിയതാ. സജിത ചെയ്തോളൂ. ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോളൂ. വേറെ ആരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പ്ലീസ് മ്യൂട്ട് ചെയ്യാമോ? റെയിൻബോ 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 ഇൻ ദ സ്കൈ, സൺഷൈൻ ആൻഡ് അക്ക ഭാരം വെക്ക ഞങ്ങളോടെ. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ജോമി മ്യൂട്ട് ചെയ്യൂ. ജോമി ഞങ്ങൾ കായെടുക്കണോളൂ. ഞാനെടുക്കൂട്ടോ. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ സജിത, ചെയ്തോളൂ. കണ്ടിന്യൂ. ഓക്കെ മാം, താങ്ക് യു. റെയിൻബോ സോങ് ആണേ. Rainbow, rainbow, rainbow in the sky, sun shines and rain, that is why. Red, orange, yellow, green and blue, indigo, violet, that is really true. Sometimes half and sometimes full, but rainbow is very beautiful. Thank you, miss. ഓക്കെ സജിത, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. അതർവൈസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പിക്ചർ ഒന്ന് കാണിക്കാമോ? റെയിൻബോ കണ്ടില്ല. നല്ലത്. ഓക്കെ, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി കേട്ടോ. നെക്സ്റ്റ് ടൈം. ഓക്കെ മാം ഞാൻ ചെയ്യാം. പേരെന്താ? പ്രസീത. ഓക്കെ പ്രസീത. Two little legs go tap tap tap. Two little legs go tap clap tap tap. Two little eyes are open wide. One little let's go side to side. Okay, Prasida. Good. Then. Thank you. Where are you? Manasya. Asiya. Okay, Asiya.
How many fingers on one hand? How many fingers on one hand? How many fingers on one hand? How many fingers on 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Thank you. ഓക്കെ സിയ, നന്നായിട്ടുണ്ട്. ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ സിയ? ഓക്കെ. വേറെ ആരാ? വിൻഷ. ഓക്കെ ചെയ്തോളൂ. ഓക്കെ ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. One hand, how many fingers? One hand, let's all count together. 1, 2, 1, 2, 4, 5. 4, 5. How many fingers on 2 hands? How many fingers on 2 hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, 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 clap your hands. Clap, clap, clap your hands. Clap your hands with me. ഓക്കെ, സൂപ്പർബായിരുന്നു. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട്, ഈ ഒരു ആക്ഷൻ സോങ് കൊണ്ട് നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം കുട്ടികൾ അല്ലേ? കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ദെൻ ഹു ഈസ് നെക്സ്റ്റ്? മാം ഞാൻ ചെയ്തോട്ടെ? അർച്ചു. അർച്ചന. അർച്ചന, ഓക്കെ അർച്ചന. Up, 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 up your hands. Down, 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 down your hands. One hand up and one hand down. Move your hands up and down. ഓക്കെ, പെട്ടെന്ന് കഴിഞ്ഞല്ലോ, ഇത്തിരി സ്പീഡ് കൂടി പോയി. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോ എന്താ കുറച്ച് സ്ലോവിൽ ഒന്ന് പറയാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് വേർഡ്സുകൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. എന്തോ പേരെന്താണ്? വിജിഷാക്കെ. വിജിഷ എന്താ ചോദിച്ചത്? ഞാൻ ചെയ്തത് നന്നായോ ചോദിക്കാം. നന്നായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോ എല്ലാവർക്കും എന്താണ് ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. നമ്മൾ ഇനി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ് സ്ലോലി അതൊക്കെ ഗ്രാജുവലി നിങ്ങളുടെ ടെൻഷനൊക്കെ മാറുന്നതാണ്. നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ. ദെൻ ഹു ഈസ് നെക്സ്റ്റ്? എനിക്ക് ക്ലിയർ ആണ്. പേരെന്താ? പേര് ഫസീല ജലീൽ. ഫസീല, ചെയ്തോളൂ. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on 2 hands? How many fingers on 2 hands? How many fingers on 2 hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you. ഓക്കെ ഫസീല, നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പർബായിരുന്നു. ദെൻ ഞാൻ ചെയ്യാം. പേര് പറയടാ. ഷിജിന. ഷിജിന, ഓക്കെ ഷിജിന. ഷിജിന റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. Brush, brush your teeth. Brush, brush, brush your teeth. Brushing every day. Brushing every day. Wash, wash, wash your face. Wash, wash, wash your face. Washing every day. Washing every day. Eat, eat,
Eating healthy food, eat healthy food, eating every day. Drink a milk, drink a milk, drinking every day. Thank you. ഓക്കെ, ടെൻഷൻ ഉണ്ടാവോ? പേരെന്തായിരുന്നു? പേര് ഞാൻ മറന്നു. എന്തായിരുന്നു? ഷിജിന. ഷിജിന. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഓക്കെ, അതാണ് സ്പീഡിലാണ് പാടിപ്പോയത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ശരിയാക്കാം. ഓക്കെ. മാം നാൻസി. പേരെന്താ? റസിയ. ഓക്കെ, റസിയ വെയിറ്റ് ചെയ്യൂ ഒരു സെക്കൻഡ്. കൗണ്ട് ചെയ്താ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, റസിയ സ്റ്റാർട്ട് ചെയ്തോളൂ. Rolling, 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 up, up, up. Rolling, 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 down, down, down. Rolling, 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 right, right, right. Rolling, 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 left, left, left. Rolling, 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 in, in, in. Rolling, 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 out, out, out. സൂപ്പർബാണ്. നല്ല ചിരിച്ച് ത്രൂ ഔട്ട് നല്ല സ്മൈൽ ചെയ്തുകൊണ്ട് നല്ല പ്രസന്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, ദെൻ സോ ഇനി ബാക്കിയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. പേരെന്താ? ശരണ്യ. എല്ലാവർക്കും എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യാം. കാണാം. Early to bed, early to rise. Wish good morning, wish good night. Follow habits, be a good child. Follow habits, be a good child. Comb your hair and cut your nails. Bath every day and brush teeth. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meal. Go wash your hands before and after meal. Habits, be a good child. Follow good habits, be a good child. Fight with germs and fight with germs and follow good habits, be a good child. Follow habits, be a good child. ശരണ്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഗുഡ് ഹാബിറ്റുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അല്ലേ? ഒരു ആക്ഷൻ സോങ് കൊണ്ട് നല്ല ശീലങ്ങൾ എന്താണ് കുട്ടികളിലെ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, മിനി മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഒരു സ്കൂളിനകത്ത് അല്ലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് സ്കൂളിനകത്ത് ഇൻസൈഡ് സ്കൂൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഔട്ട്സൈഡ് സ്കൂൾ സ്കൂളിന് പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെന്തായിരുന്നു നെക്സ്റ്റ് എന്താ പഠിച്ചത്? സ്കൂൾ ഒരു ഹെൽത്തും ഹൈജീനും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, സ്കൂളിനുള്ള റോള്. സ്കൂളിന്റെ റോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, ഒരു ചാപ്റ്റർ ഒരു പേജ് വരുന്നുണ്ട്, ഒരു ടോപ്പിക് വരുന്നുണ്ട്. ജസ്റ്റ് എന്താണ് റീഡ് ചെയ്തിട്ട് വരാം. അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നതാണ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഡൗട്ടല്ല, ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഓരോ യൂണിറ്റ് കഴിയുന്നവരും MCQ ക്വസ്റ്റ്യൻസ് തരുമോ? കഴിഞ്ഞ ചാപ്റ്ററിന്റെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്ത് നോക്കിയോ എല്ലാവരും? അങ്ങനെയല്ല ടീച്ചർ നമുക്ക് നോട്ട്സ് തരുമോ? നോട്ട്സ് തരുമോന്നല്ലേ? PDF നോട്ട്സ് ഇല്ലേ? ഇത് തന്നെയാണ്. ഇത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല മാം, ഓക്കെ, വേണം അല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് വൺ വേർഡുകൾ നിങ്ങൾക്ക് തരാൻ ഒരു 15 ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് വെച്ച് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരാൻ ഓരോ ചാപ്റ്ററിന്റെ. MCQ 20 വേണമെന്നല്ലേ? പ്രിപ്പയർ ചെയ്യാനാണ് എക്സാമിന് മുമ്പായിട്ട്. അയച്ചേക്കാട്ടോ.
ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ ചാപ്റ്ററിലെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ MCQ അയച്ചേക്കാം. ഓക്കെ, അല്ലാതെ എന്താണ് നോട്ട്സ് നമ്മളിപ്പോ എടുത്തു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ഉണ്ടാവും. അതിലെന്താണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എഴുതി പോകാം, ലെക്ചർ നോട്ട്സ് എഴുതി പോകാം. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം എന്താണ് സ്നേഹ? അതെ മാം, ഇവര് പറഞ്ഞ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തരുമെന്നാണെങ്കിൽ MCQ ക്വസ്റ്റ്യൻ എക്സാം അല്ലാതെ നോട്ട് ബേസ് ആയിട്ട് തരുമെന്നാണെങ്കിൽ അത് എക്സാമിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് തരാം, ആൻസർ നിങ്ങൾ കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് തരാം, ചെയ്യാം. എന്നിട്ട് മാഡം ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്തിട്ട് ആൻസേഴ്സ് അന്നേരം പറയിച്ചാൽ മതിയല്ലോ. ഓക്കെ 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 മാം. ഓക്കെ, എനിവേ ബൈ. ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ മാം. കട്ടാക്കണ്ടേ ഞാന്?